ഹാപ്പി വെൽക്കം ടു SJS ദ സ്പ്ലെൻഡിഡ് ജോൺ റിവേഴ്സ് സിംഫണി. ഞാൻ ജിൻസി. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളും ഞാൻ അറിഞ്ഞ കുറച്ച് എനിക്ക് നേരത്തെ അറിവില്ലായിരുന്ന എന്നാൽ ഞാൻ പിന്നീട് അറിഞ്ഞ കുറച്ച് കാര്യങ്ങളും എൻ്റെ ജീവിതത്തെ ഇങ്ങനെയൊക്കെ സ്വാധീനിച്ചുവെന്ന് ഞാൻ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ഇപ്പോൾ പഠിച്ചതുമായ കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പ്രാവർത്തികമാക്കിയെന്നും അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആരോഗ്യത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നുമാണ്. എൻ്റെ ഒരു ഡയറ്റിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്തായിരിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് എനർജി ഗീവിങ് ഫുഡ് വേണം, അതുപോലെ തന്നെ ബോഡി ബിൽഡിംഗ് ഫുഡ് വേണം, പിന്നീട് നമുക്ക് പ്രൊട്ടക്റ്റീവ് ഫുഡ് വേണം. ഈ 3 തരം ഭക്ഷണങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. എനർജി ഗീവിങ് ഫുഡ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അതിൽ നമ്മുടെ അരി, ഗോതമ്പ് അങ്ങനെയുള്ള ധാന്യങ്ങളെല്ലാം പെടും. പിന്നെ നമുക്ക് കിട്ടുന്ന ഫാറ്റ്, എണ്ണ, നെയ്യ് അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ ഈ എനർജി ഗീവിങ് ഫുഡിൻ്റെ കൂടെയാണ് വരുന്നത്. രണ്ടാമത്തെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫുഡാണ് ബോഡി ബിൽഡിംഗ് ഫുഡ്. അതായത് നമ്മുടെ ഗ്രോത്തിന് വേണ്ട ഫുഡാണത്. അതിൽ വരുന്ന പ്രധാനമായ പദാർത്ഥമാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ. ഇറച്ചി, മീൻ, മുട്ട, പിന്നെ ഈ ഗ്രെയിൻസ്, പനീർ അങ്ങനെയൊക്കെയുള്ള ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പയർവർഗ്ഗങ്ങൾ, ഇതിലെല്ലാം ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ആ ഒരു തരം ഫുഡുകളാണ് നമ്മുടെ ഗ്രോത്തിനെ സഹായിക്കുന്നത്, നമ്മുടെ ബോഡിയെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഫുഡ് അങ്ങനെയുള്ള ഫുഡുകളാണ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഫുഡാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന തരം ഫുഡുകൾ. ഇതിൽ വരുന്ന കാര്യങ്ങളാണ് വൈറ്റമിൻസ്, മിനറൽസും. ഈ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഉള്ളവ ഇതിൽപ്പെടും. അപ്പോൾ ഈ 3 തരം ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മുടെ ഒരു ബാലൻസ് ഡയറ്റിൽ ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ നമ്മൾ ആവശ്യത്തിന് വെള്ളവും കുടിക്കണം. ഇപ്പോൾ നമ്മളിവിടെ 3 തരം ഫുഡിനെ കുറിച്ച് പറഞ്ഞു. 3 തരം കാറ്റഗറി ആയിട്ട് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. ഇതിൽ നമ്മൾ ഏതൊക്കെ അളവിൽ കഴിക്കണമെന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ എനർജി ഗീവിങ് ഫുഡ് എന്ന് പറയുന്ന ഈ അരി, ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളുടെ എനർജിയുടെ ആവശ്യാനുസരണം നമ്മൾ കഴിക്കണം. ഒത്തിരി അധ്വാനിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഫുഡിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കണം. എന്നാൽ അധികം ശാരീരിക അധ്വാനമൊന്നുമില്ലാതെ ഉള്ള ആളുകൾക്ക് ആ ഫുഡ് അളവ് കുറച്ച് മതി. നമ്മുടെ ഈ 3 ടൈപ്പ് ഓഫ് ഫുഡുകളും, എനർജി ഗീവിങ് ഫുഡും, ബോഡി ബിൽഡിംഗ് ഫുഡും, ഈ പ്രൊട്ടക്റ്റീവ് ഫുഡും ഏകദേശം ഒരേ അളവിൽ നമുക്ക് കഴിക്കാം. ഇതിൽ നമ്മൾ ഒത്തിരി എനർജി ഗീവിങ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ അധികം ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുകയും നമുക്ക് പ്രമേഹം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാകുകയും ചെയ്യും. നമ്മൾ പ്രൊട്ടക്റ്റീവ് ഫുഡിൽ നമ്മൾ പറഞ്ഞു അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മിനറൽസും വൈറ്റമിൻസും ഒക്കെ ആണെന്ന്. അത് നമുക്ക് വെജിറ്റബിൾസിൽ നിന്ന് കിട്ടും. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റ്സ് എടുത്ത് വന്ന് എടുക്കാം. പക്ഷേ നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഫൈബർ വളരെ ആവശ്യമാണ്, നാരുകൾ. ഈ നാരുകൾ ശരീരത്തിലുണ്ടാകുന്നത് നമ്മുടെ ഡൈജഷനെ സഹായിക്കുവാനും നമ്മുടെ മോഷൻ നന്നായിട്ട് പോകുവാനും അതുപോലെ പ്രമേഹം കുറയ്ക്കുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് നന്നായിട്ട് തന്നെ കഴിക്കണം. എനിക്ക് ഇങ്ങനെയുള്ള ഈ ഫുഡിനെ കുറിച്ചുള്ള അറിവ് കിട്ടുന്നതിന് മുമ്പ് എൻ്റെയും ഒരു വിചാരം നമുക്ക് വിശപ്പ് മാറാൻ വേണ്ടി തന്നെ കഴിച്ചാൽ മതിയെന്നായിരുന്നു. കറികൾ നമ്മൾ കഴിക്കുന്നത് നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയുള്ള ഒരു സഹായമായിട്ട് മാത്രം. നമുക്ക് ചോറ് കൂടുതൽ കഴിക്കണം, അപ്പോൾ ടേസ്റ്റുള്ള കറി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചോറ് എളുപ്പത്തിൽ കഴിക്കാൻ സാധിക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കറികൾ ഉപയോഗിക്കുക എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. അതിൽ നിന്ന് ഇതിനെക്കുറിച്ചൊക്കെ അറിവ് കിട്ടിയപ്പോഴാണ് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്നും എന്തിനൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയത്. ഞാനിത് മനസ്സിലാക്കിയത് ഒരു പ്രത്യേക ഒരു സോഴ്സിൽ നിന്നല്ല. ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയപ്പോൾ ഞാൻ ഒത്തിരി ചാനലുകൾ കണ്ടു, ഒത്തിരി ആർട്ടിക്കിൾസ് വായിച്ചു. അപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും എനിക്ക് ഈ ഡയറ്റ് മാറ്റിയതിൽ കൂടി എനിക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. ഞാനിപ്പോൾ മിക്കവാറും കഴിക്കുന്നത് രാവിലെ ആണെങ്കിൽ തന്നെ ഒരു ദോശയോ ആ കൂടെ എന്തെങ്കിലും 2 മുട്ട എന്തായാലും ഞാൻ രാവിലെ കഴിക്കും. അതുകൂടാതെ ആ കൂടെ ചെറിയ എന്തെങ്കിലും വെജിറ്റബിൾസ്, രാവിലെ വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ 11 മണിയാകുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും. ഉച്ചക്കത്തെ ചോറായിരിക്കും മെയിനായിട്ടുള്ള എൻ്റെ ഫുഡ്. അത് ചോറെടുക്കുന്ന ഒപ്പം തന്നെ പച്ചക്കറികൾ കഴിക്കും. അതുപോലെ തന്നെ ഇറച്ചിയോ മീനോ നന്നായിട്ട് കഴിക്കും. പിന്നീട് ഞാൻ കഴിക്കാറ് 4 മണിക്ക് അങ്ങനെ ചായയുടെ ശീലം എനിക്ക് അധികം ഇല്ല. ചിലപ്പോൾ തോന്നിയാൽ ചായ കുടിക്കും. പിന്നെ വൈകുന്നേരം ഒരു 6-6:30 കൂടി ഞാൻ അത്താഴം കഴിക്കും. അത്താഴം ഇതുപോലെ തന്നെ ചോറ് വളരെ കുറഞ്ഞ അളവിൽ കഴിക്കും. പച്ചക്കറികളും എന്തെങ്കിലും ഇറച്ചിയോ മീനോ അല്ലെങ്കിൽ മുട്ടയോ അത് നന്നായിട്ട് കഴിക്കും.
അങ്ങനെ ഞാൻ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ എനിക്ക് എൻ്റെ ആരോഗ്യത്തിൽ ഒത്തിരി മാറ്റം ഉണ്ടാകുകയും ഞാൻ നേരത്തെ പ്രീ ഡയബറ്റിക് ആയിരുന്നു. ഡയബറ്റിക് തുടക്കം എനിക്കുണ്ടായിരുന്നു. ഈ ഡയറ്റ് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ എൻ്റെ ആ കണ്ടീഷൻ നോർമലായി വരികയും എനിക്ക് ക്ഷീണമൊക്കെ കുറയുകയും ചെയ്തു. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ഭക്ഷണവും എല്ലാവർക്കും ചിലപ്പം പറ്റിക്കൊള്ളണമെന്നില്ല. ചില ഭക്ഷണ സാധനങ്ങൾ ചില ശരീരപ്രകൃതിയുള്ള ആളുകൾക്ക് ദോഷമായി തീരാറുണ്ട്. എനിക്ക് പാലൊത്തിരി കഴിക്കുന്നതും ഗോതമ്പ് ഒത്തിരി കഴിക്കുന്നതും ദോഷമാണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് ഞാനത് കുറയ്ക്കാറുണ്ട്. എന്ന് വെച്ച് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അത്യാവശ്യം ഇടയ്ക്ക് കഴിക്കും, എങ്കിലും അത് സ്ഥിരമായിട്ട് അധികം കഴിക്കാതിരിക്കാൻ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് എന്താണ് ദോഷം ഉണ്ടാക്കുന്നതെന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ സാധിക്കുന്ന ദിവസങ്ങളെല്ലാം തന്നെ മുട്ട ഞാൻ കഴിക്കാറുണ്ട്. മുട്ട വെള്ളയും മഞ്ഞയും ഞാൻ കഴിക്കും. അത് ഒരിക്കലും നമുക്ക് മഞ്ഞ കഴിക്കരുതെന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മിക്കവാറും തന്നെ ദിവസം 3 മുട്ട കഴിക്കാറുണ്ട്. ഒരു 3-4 വർഷങ്ങളായിട്ട് എനിക്കിതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ കൃത്യമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്, ഷുഗറും കൊളസ്ട്രോളൊക്കെ നോക്കാറുണ്ട്. അതൊക്കെ എൻ്റെ നോർമലായിട്ട് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനൊപ്പം തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുകയും കൂടെ വേണം. വെള്ളം കുടിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു ഊർജ്ജം ഉണ്ടാവുകയും ഒരു ഹാപ്പി ആയിട്ട് നമുക്ക് ദിവസം കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഈ ഭക്ഷണം കഴിക്കുന്ന സമയവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും മിനിമം നമുക്ക് രാത്രിക്കത്തെ ഭക്ഷണം ഒരു 8 മണിക്ക് മുമ്പെങ്കിലും കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം. രാത്രി നമുക്ക് അത് എനർജി ഒന്നും ശരീരത്തിന് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ രാത്രി കൂടുതൽ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഒരു ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുകയും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. പിന്നെ നമ്മൾ എത്രയൊക്കെ ഭക്ഷണം കൃത്യമായി നോക്കി കഴിച്ചാലും ചിലപ്പോൾ ചില ആളുകൾക്ക് ചില വൈറ്റമിൻസിൻ്റെയൊക്കെ കുറവ് ഉണ്ടാകാറുണ്ട്. എനിക്ക് എപ്പോഴും വൈറ്റമിൻ ഡിയും അയണും കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ടാബ്ലറ്റ്സ് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം എടുക്കാറുണ്ട്. ഞാനത് നിർത്തി കഴിയുമ്പോൾ എനിക്കൊരു ക്ഷീണം ഉണ്ടാകുകയും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്കത് കുറവാണെന്ന് കാണുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അധികം ടെസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ ക്ഷീണം വരുമ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട് മരുന്ന് കുറച്ച് മേടിച്ച് കഴിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ കഴിച്ചാലും ചിലപ്പോൾ നമുക്ക് ഡെഫിഷ്യൻസികൾ ഉണ്ടാകാം. അത് പ്രധാനമായിട്ട് ലേഡീസ് ഉണ്ടാകാറുള്ള ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ഡി, അയണ്, വൈറ്റമിൻ B12, മഗ്നീഷ്യം. ഇതൊക്കെ അത് ഡോക്ടറെ കണ്ട് നമുക്ക് ക്ഷീണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പരിശോധിച്ച് അതിൻ്റെ മരുന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട ചില ഫുഡുകളുണ്ട്. അതായത് പാക്കറ്റിൽ വരുന്ന ഫുഡുകൾ, അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. അതിനകത്ത് ഒത്തിരി ഓയിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കും. പിന്നെ പരമാവധി മധുരം ഒഴിവാക്കുക. മധുരം കൂടിയ ഫ്രൂട്ട്സും അളവ് കുറച്ച് കഴിക്കുക. കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ആഹാരത്തിൽ മിതമായി ഉപയോഗിക്കുക. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ കുറേയൊക്കെ നമുക്ക് നമ്മുടെ രോഗങ്ങളെ അകറ്റി നിർത്തുവാനും ആരോഗ്യത്തോടെ ജീവിക്കാനും സാധിക്കും. ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഫുഡിൻ്റെ എന്തൊക്കെയാണ് ഞാൻ കഴിക്കാറെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ആരോഗ്യപൂർണ്ണമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.